ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയന്റെ സമയത്ത് അലക്സാണ്ട്ര കൊല്ലന്തായിയുടെ ക്ഷേമ പരിഷ്കരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതേ കൊല്ലംകാരി ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ അലക്സാണ്ട്ര കൊല്ലന്തായി ആയതുകൊണ്ട് ഒരു കൊല്ലംകാരൻ ഇരുന്ന് ഇങ്ങനെ വലിയ പരിഷ്കരണങ്ങൾ നടത്തുന്നു. അതായത് വീട്ടമ്മമാരുടെ ജോലി അംഗീകരിക്കാന്ന് പറഞ്ഞാൽ ലോകത്താരും ചെയ്യാത്ത കാര്യമാണല്ലോ. അപ്പൊ ഇത്രയും അവഗണന ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാവുമ്പോഴും വീട്ടമ്മമാരെ അതെ, സുരക്ഷാ പദ്ധതിയാണ്. അപ്പൊ സ്ത്രീകളുടേത് സുരക്ഷാ പദ്ധതിയായും യുവജനങ്ങളുടേത് സഹായമായുമാണ്. അപ്പൊ ഈ രണ്ട് വിഭാഗമുണ്ട്, അവരെ കാണേണ്ടുന്നതാണ് എന്ന പരിഗണന നൽകുക എന്ന് പറഞ്ഞാൽ അത് ലോകത്താരും ചെയ്യാത്തതാണ്. അത് ഈ ഞെരുക്കത്തിനിടയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്ത ധൈര്യം വേണം. അതെങ്ങനെയെന്ന് ചോദിക്കാനാണ് ശരിക്കും ഞാൻ വല്ലാത്തൊരു ധൈര്യം കൊണ്ട് എന്ത് പറ്റട്ടെ എന്നുള്ളതല്ലേ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അനുഭവം ഉണ്ട്. ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വന്നു. അങ്ങനെ വന്ന അനുഭവം കൊണ്ട് നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി വരും. കാരണം മൂന്നാമതൊരു സർക്കാരും ഇടതുപക്ഷം തന്നെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതായത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഇത് അയ്യോ ഞങ്ങൾ വിചാരിച്ചില്ല അത് നിർത്തുക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉറപ്പാക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്.